ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റ് ഇന്ന് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ക്രിക്കറ്റ് എന്തൊരു മണ്ടന്മാരെ കളിയല്ലേ. മണ്ടന്മാരെ കളി എന്നൊന്നും ഞാൻ പറയില്ല, ജെന്റിൽമാൻസ് കളി എന്നാണ് നീ പറയാ. അല്ല, നമ്മള് ഇവിടെ ഈ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയായിരുന്നു. അതെ, അങ്ങനെ നോക്കിയപ്പോ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ സെമീർ എന്താ പറഞ്ഞ, നീ എന്താ പറഞ്ഞേ? എന്തൊരു പൊട്ടന്മാരെ കളിയല്ലേ ഈ ക്രിക്കറ്റ് എന്ന്. ക്രിക്കറ്റിനോട് എനിക്കൊരു ഹെയ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടു ടൈപ്സ് ഓഫ് ബോയ്സ്. ക്രിക്കറ്റ് കളിക്കുന്ന ബോയ്സ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കുന്ന ബോയ്സ് ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന ബോയ്സ് എന്ന് പറഞ്ഞാല് നമ്മള് 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് PT സാർ ഇങ്ങനെ വരും, എന്നിട്ടൊരു ബോൾ എടുക്കും, മോൾക്കങ്ങ് എറിയും. പിന്നെ വല്ല ഉറുമ്പ് ഒരു സാധനത്തിന്റെ മേലെ അങ്ങ് ടാർഗറ്റ് ലോക്ക് ചെയ്ത പോലെ ആൾക്കാരൊക്കെ ഓടി. കളി കുറച്ചറിയണം, 1-2 ആൾക്കാരുണ്ട്, ഓരിങ്ങനെ പറയണ്ട ഈ ഡിഫൻസിലേക്ക് അവിടെ അതുപോലെ ഇല്ലായിരുന്നു. എല്ലാരും ബോളിന് പിന്നാലെ ഇങ്ങനെ നിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി റൂൾ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് കുനിഞ്ഞിട്ട് ബോൾ കൈകൊണ്ട് എടുത്തിട്ട് ആ അറ്റത്ത് ഒറ്റ കയറാം. ഈ ഒരു ഇത് മാറാന്. അപ്പൊ ഈ കാക്കക്കൂട്ടം അതേപോലെ ഫുൾ ആറ്റത്തോട്ട് പോകും. പക്ഷെ എന്താന്ന് വെച്ചാല് മേലനങ്ങുമായിരുന്നു എൻഡ് ഓഫ് ദ ഡേ. അതെ, ഒരു മെഹനത്ത് ഉണ്ടായിരുന്നു, അധ്വാനുള്ള കളിയായിരുന്നു. ഫുട്ബോൾ എന്ന പേരിൽ ഞങ്ങൾ കളിച്ചിരുന്ന ആ കളിക്ക് പോലും. അതെ, അന്ന് അതേ സമയം ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഇതേപോലെ ഒരു കുട്ടി ബാറ്റ്സ്മാന്, ഒരു കുട്ടി ബോളർ, എന്നിട്ട് അതിന് ചുറ്റും ഫീൽഡേഴ്സ് ആയിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ബാറ്റ്സ്മാനും ബോളറും ഇങ്ങനെ കളിക്കുമെന്നല്ലാതെ ഈ ഫീൽഡർ ഏതെങ്കിലും കാലം ഭാഗ്യം ഉണ്ടെങ്കിൽ, ലക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ബോളൊന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ ഒരു പാസീവ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താ വെച്ചാല്, ഞാൻ ഫസ്റ്റ് ക്രിക്കറ്റ് ലവർ ആയിരുന്നു. കാരണം എൻ്റെ കാക്ക, എൻ്റെ ബ്രദർ ഭയങ്കര ക്രിക്കറ്റ് ഫാനായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് ഇത് കണ്ടാണ്ടും കമ്പ്യൂട്ടറിൽ 2007 EA സ്പോർട്സിൻ്റെ ക്രിക്കറ്റ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് അത് കളിച്ച് ധോണിയെ ദന്നീറാക്കിയും ടെണ്ടുൽക്കറിനെ തെന്തീഹറാക്കിയാണ് ഞാൻ ഇത് അതായത് ഫിഫയില് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് OG ഗെയിമേഴ്സിന് മനസ്സിലാവും. സംഭവം എന്താന്ന് വെച്ചാല്, ഫിഫ അന്ന് 2007 EA സ്പോർട്സിൽ ഇന്ത്യ ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല പ്ലേയേഴ്സിനെ ഇതാക്കാന്. അപ്പം മഹേന്ദ്ര സിംഗ് ധോണി എന്നുള്ളത് ധന്നീർ എന്നുള്ള പേരിലേനു ഉണ്ടായിരുന്നത്. ടെണ്ടുൽക്കർ തെന്തീഹർ, അതേപോലെ ഗംഭീർ ഗംഫീർ എന്നുള്ള സ്പെല്ലിങ്, ഇങ്ങനെയായിരുന്നു അതിൽ പ്ലേയേഴ്സ് ഉണ്ട്. നൈക്കിന്റെ ഡൂപ്ലി മൈക്കി ഇറങ്ങണ പോലെ അതേപോലെ ആയിരുന്നു ഇവർ ആ പ്ലേയേഴ്സിനെ വെച്ചത്. പക്ഷെ ഇത് ഇന്ത്യൻ ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അപ്പൊ ഞാൻ ഇതൊക്കെ കളിച്ചു വളർന്നുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ എനിക്ക് ഫുട്ബോൾ തീരെ ഇഷ്ടമല്ലാത്തൊരു കളിയായിരുന്നു. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിലായ ടൈമില് എൻ്റെ വീടിൻ്റെ അടുത്ത് പാകിസ്ഥാനി പയ്യന്മാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരെ കൂടെ കമ്പനി ആയിട്ട് ഞാനും ഇവരെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ തുടങ്ങി. ക്രിക്കറ്റ് കളിക്കാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ 5-6 ഓവറിലൊക്കെ ആയിരിക്കും കളിക്കുക. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒരു താന്ന പ്ലെയർ ആയിട്ടൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ ഇവർ ഈ 5ാമത്തെ ഓവറിൽ ഒന്ന് ബാറ്റ് ചെയ്യാൻ, അല്ലെ എല്ലാവരും ഔട്ടായിട്ട് ലാസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാറ്റ് ചെയ്യാനായിരിക്കും തരിക. അങ്ങനെയുള്ള ആൾക്കാരെന്താ പൊതുവെ ഉണ്ടാവുക, ബോളിങ്ങിൽ ഓരായിരിക്കും ഫസ്റ്റ്. അതായത് ബാറ്റ്സ്മാൻ ലാസ്റ്റ് വരുന്നവരാണ് ബോളിങ്ങിൽ ഫസ്റ്റ്. പക്ഷെ ബോളിങ്ങിൽ ഞങ്ങൾ ലാസ്റ്റ്. അതെ, ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു ഗെയിമുള്ള രീതി. പക്ഷെ ഞാനത് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ കളിക്കാൻ പോയപ്പോ ഇവരെ ആരുടെ കയ്യിൽ ബാറ്റും ബോളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നെന്താ കളി ഇല്ലയെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ ഇവര് പറഞ്ഞ് ഇല്ല, ഇന്ന് നമ്മള് ഫുട്ബോൾ കളിക്കാണ് പറഞ്ഞ്. കാരണം എനിക്കന്ന് ഫുട്ബോളിനോട് ഇഷ്ടമല്ലല്ലോ. ഞാൻ അന്നത്ര 4th-ലോ 5th-ലോ ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ ഫുട്ബോളാണ് കളിക്കണേ, എന്നാ ഞാൻ നാളെ വരാറുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ കളിക്കാനും കൂടി ട്രൈ ചെയ്തില്ല, അത്രക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഫുട്ബോൾ. എനിക്ക് അന്ന് ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം, അതായത് വളർന്നു വന്നപ്പോ ഒന്ന് ഇതേമാതിരി ഒരു മെഹനത്തില്ലാത്ത കളിയാണ്. പിന്നെന്താന്ന് വെച്ചാല്, ഞാൻ ക്രിക്കറ്റ് വന്നിട്ട് TV-ലൊക്കെ കാണുമ്പോ ഒരു ബാറ്റിംഗ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ബോളിങ് കഴിഞ്ഞാല് പിന്നെ ഒന്ന് റെഡിയായി വരാൻ, അടുത്ത ബോൾ വരാൻ കുറച്ച് ടൈം എടുക്കും. ഇവരിങ്ങനെ പോയൊക്കെ ഒന്ന് റെഡിയായ ഓക്കെ. അത് എപ്പോഴും പറയും ആൾക്കാർ എന്നോട് പറയും,
ടെസ്റ്റോ T20 ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയും. T20 T20 20 ഓവറേ ഉള്ളൂ. ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയും. പക്ഷെ അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, OG ക്രിക്കറ്റ് ഫാൻസ് 50 ഓവറുള്ള ടെസ്റ്റ് ഇവന്റ് ഒക്കെ കാണും. ഈ ടെസ്റ്റ് അറിയണത് 50 ഓവറിൽ ഓൾ ഔട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ Day 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. ഇതൊക്കെ 4 ദിവസത്തെ ഇന്നിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരിക. അതടക്കം ഇരുന്ന് കാണും. അങ്ങനത്തെ ഫാൻസ് അടക്കം. പിന്നെ അപ്പൊ അതൊന്ന് അപ്പൊ എന്താ ഇവര് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊന്നും കളിയൊന്നും മുന്നോട്ട് പോകാൻ. പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഹാപ്പനിങ് ആണ്. ഫുൾ ടൈമിലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഫുട്ബോൾ നമ്മൾ കാണുകയാണെങ്കിൽ ആരാ ജയിക്കണേ ആരാ തോൽക്കണെന്ന് അറിയാം. ജസ്റ്റ് ഗോൾ സ്കോർ നോക്കിയാൽ മതി. പിന്നെ എന്താ ടൈം ലിമിറ്റ് നോക്കിയാൽ അപ്പൊ ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഇവർക്ക് ഇത്ര ഗോൾ അടിക്കാൻ കഴിയുമല്ലേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ 2 അനലിറ്റിക്സ് നമ്മൾ ഫോക്കസ് ചെയ്യാവുള്ളൂ. പക്ഷെ ക്രിക്കറ്റിൽ കുറേ ബോൾസ്, റൺസ്, ഇത്ര ഓവർ ബാക്കി, അങ്ങനെയൊക്കെ കുറേ കാൽക്കുലേഷൻ കൂടുതലുണ്ട് കമ്പയർ ടു ഫുട്ബോൾ. പക്ഷെ അത് ഞാൻ അത്ര എഗ്രി ചെയ്യണില്ല. കാരണം നമുക്ക് റണ്ണ്, വിക്കറ്റും പിന്നെ എത്ര ബോളും ബാക്കിയുണ്ട് എന്ന് കണ്ടാൽ ഏകദേശം അങ്ങോട്ട് മനസ്സിലാവും ഇത് വരെ. അതായത് ഫുട്ബോളിൽ ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിക്കണ മാതിരിയാണ് ക്രിക്കറ്റിൽ ലാസ്റ്റിലെ ചിലപ്പോൾ ഓവറിൽ പല മറിമായും സംഭവിച്ച് വരെ ജയിക്കണേ. അത് ഔട്ട് ഓഫ് ദി ഫാക്ടർ സംഭവം. പക്ഷെ നോർമലി നോക്കുകയാണെങ്കിൽ കളി ആനലിറ്റിക്സ് ഒക്കെ നോക്കാൻ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ എഗ്രി ചെയ്യണില്ല. പക്ഷെ എനിക്ക് വേറൊരു സംഭവം മനസ്സിലായ എന്താന്ന് വെച്ചാല്, ഇപ്പം ബാക്കിയുള്ള ഇപ്പൊ ബാസ്കറ്റ് ബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോളിബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുട്ബോൾ മെയിൻലി, ഞാൻ പിന്നെ ഫുട്ബോൾ വേഴ്സസ് ക്രിക്കറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗെയിംസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇതിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഫുട്ബോളിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫോർവേഡിന്റെ അടുത്തുനിന്ന് ബോൾ പോയാൽ അവിടെ മിഡ്ഫീൽഡർ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്, ഗോൾ കീപ്പർ ഉണ്ട് തടുക്കാൻ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡിഫൻഡറിന്റെ അടുത്തുനിന്ന് ബോൾ പോയാലും അവിടെ ഗോൾ കീപ്പർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ ക്രിക്കറ്റിൽ എങ്ങനെയാന്ന് വെച്ചാല് ഈ ബോൾ എറിയുന്നു, ബാറ്റ്സ്മാൻ അത് അടിച്ചു കഴിഞ്ഞാല് ബാറ്റ്സ്മാൻ അത് നല്ല രീതിയിൽ അടിച്ചാല് അത് സിക്സാ. അത് തടുക്കാൻ ഒരു പ്രൊബാബിലിറ്റി 0 ആണ് അവിടെ. കാരണം ഫീൽഡേഴ്സിന് ഇപ്പൊ എത്ര ഇതുണ്ടായിട്ടും കാര്യം അങ്ങനെ അടിക്കാനൊരു കഴിവുണ്ട്. അതാ ഞാൻ പറയുന്നത്. ക്രിക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആം പവറും കാര്യമൊക്കെയാണ് മെയിൻ. ഇപ്പം ഈ ബ്രാവോ എന്ന് പറഞ്ഞ പ്ലെയർ, രോഹിത് ശർമ്മ, ഇവരാരും ഫിസിക്കലി ഫിറ്റ് അല്ല. അതും എന്റെ വേറെ പോയിന്റ്, ഫിസിക്കലി ഒരു ഫിറ്റ് അല്ല. പിന്നെ അതേപോലെ സേവാഗിന്റെ ഒക്കെ ഒരു റിട്ടയർമെന്റ് ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴേക്കും ഇവര് ഫിസിക്കലി ഫിറ്റ് അല്ല. പക്ഷെ ഇവര് ടീമിൽ ടോപ്പ് പ്ലെയർ. കാരണം എന്താ, ഒന്ന് ഇവരുടെ എക്സ്പീരിയൻസ്, 2 ഇവർക്ക് അടിച്ചടിച്ച് ശീലമുണ്ടായിട്ട്, അതായത് ബാറ്റ് അടിച്ചടിച്ച് ശീലമുണ്ടായിട്ട് ആം പവർ അത്രക്കും കൂടുതലാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇവര് ടീമിൽ നിന്ന് പോകും. പക്ഷെ ഇവർക്ക് ഫീൽഡിങ്ങില് ഇവർക്ക് അത്ര ടൈമിങ് കിട്ടൂല, അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ ഇവര് വേഗം ടയേർഡ് ആവും. പക്ഷെ ഒരു IPL ഒക്കെ നോക്കുകയാണെങ്കിൽ ആകെ 20 ഓവറുള്ളൂ, ഫുള്ള് വരെ അടിച്ച് കളിക്കലേ. അത് ഞാൻ വേറെ നോട്ടീസ് ചെയ്ത കാര്യം, ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന ആരാ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡേവിഡ് ബെക്കം എന്നൊക്കെ നമ്മൾ നോക്കുക. ഇവരൊക്കെ ഫുള്ള് 95% ആൾക്കാർക്കും ഫിസിക് ഉണ്ട്, 100% ആൾക്കാർക്കും സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ അതങ്ങനെ കാണുക. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡില് ഞാൻ ആ ടൈമില് ഇപ്പൊ ക്രിക്കറ്റിലെ പ്ലേയേഴ്സിനൊക്കെ നോക്കുമ്പോ ഇവരൊക്കെയാണോ അത്ലീറ്റ്സ് എന്നുള്ള ആ ഒരു മൈൻഡാണ് എനിക്ക് വന്നിരുന്നത്. അപ്പൊ ഞാൻ വലിയ അത്ലീറ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ പറയുന്ന അവരെ ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ പിന്നെയും എന്താ ക്രിക്കറ്റിലുള്ള കോഹ്ലിയൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത്. അതെ, മറ്റേ ഹർദിക് പാണ്ഡ്യ, ഇവരും ഭയങ്കര ഫിസിക്കലി ഇവരും അടിപൊളിയായി ബാക്കിയുള്ളവർക്ക് ഒരു മാതൃക സൃഷ്ടിച്ച് അങ്ങനത്തെ ഒരു എന്താ പറയാ ഇത് വന്ന് കൾച്ചർ വന്ന്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ബാറ്റ്സ്മാനും ബോളറും മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം പോലെ തോന്നിയത്. ഫീൽഡേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുന്ന പോലെ. ഫുട്ബോളിൽ പിന്നെയും ഗോളിയാണ് പിന്നെ ഒരു പാസീവ് റോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെയും ഉള്ളത്. ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഇപ്പം ബാസ്കറ്റ് ബോള്, വോളിബോള്, ഇങ്ങനത്തെ പല സ്പോർട്സ് ഒക്കെ എടുക്കുമ്പോൾ അതിനേക്കാളും ഒക്കെ പോപ്പുലറായിട്ട് ക്രിക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്. ആ ഒരു ടൈമിൽ അങ്ങനെ വന്നതുകൊണ്ടാണ് മേ ബി എനിക്കും അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് പറയാൻ അറിയില്ല. കാരണം ഞാൻ അത്ര ഫോളോ ചെയ്യുന്ന ആളല്ല. ഇനിയിപ്പോ ക്രിക്കറ്റ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തിട്ട് അവര് പലതും കമന്റ് ചെയ്യോ. ക്രിക്കറ്റ് ഫാൻസിനാണ് ദേഷ്യപ്പെടുത്തിയത്. അല്ല, ഞാൻ ദേഷ്യപ്പെടുത്തിയത്, ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ബാറ്റിംഗ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ
ബോളിംഗ് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ക്രിക്കറ്റ് കാണില്ല പറഞ്ഞാൽ വൻ ബോറിംഗ് ആയിട്ടാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സെമീർ പറഞ്ഞ പോലെ ഡ്യൂറേഷന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ക്രിക്കറ്റ് ഫുള്ളി ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇത്ര ഓവർ എന്നൊക്കെ പറഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫോളോ ചെയ്യാൻ. പിന്നെ മോസ്റ്റ് ഓഫ് ദ എല്ലാവരും അല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്രിക്കറ്റ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യില്ല. അതായത് ഇവര് ഒരു 5-6 ഓവർ കാണും, പിന്നെ ഇവരെ കുറച്ച് പണിയെടുത്ത് വന്ന് വേഗം നോക്കും എന്തായി, ഇത്ര ഇല്ലേ, പിന്നെയും കുറച്ച് കാണും. അങ്ങനെയുള്ള രീതിയിലാണ് ക്രിക്കറ്റ് ഞാൻ കാണുന്നത്, കൺസ്യൂം ചെയ്യാറില്ല. പക്ഷെ ഫുട്ബോൾ ആകുമ്പോൾ അത് ഫുട്ബോൾ കാണുന്ന ആൾക്കാര് 90 മിനിറ്റ്സ് ഇത്ര ടൈമിന്റെ ഉള്ളിൽ മാച്ച് തീരും. കാരണം ഇവർക്ക് അഷ്വറൻസ് ഉണ്ട്. ഇനിയിപ്പോ മാക്സിമം പോയാല് എക്സ്ട്രാ ടൈമിലേക്ക് പോകും, എക്സ്ട്രാ ടൈം ഇത്ര മിനിറ്റ്സ് ഉള്ളൂ, അപ്പൊ അതിന്റെ ഉള്ളിൽ തീരും എന്നുള്ള ഉറപ്പ് ഇവർക്ക് ഉണ്ട്. പക്ഷെ ക്രിക്കറ്റിന് അങ്ങനെയല്ല, ഭയങ്കര നമുക്ക് അറിയില്ല. അതെ.